الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസുകളിലായി ദിനേന നാം പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകൾ സൂറത്തു ദുഹ മുതൽ ഏകദേശം സൂറത്തുൽ ബയ്യീന വരെ അവസാനമായി പാരായണത്തിന്റെ നിയമവും അതുപോലെ തന്നെ ചെറിയ രൂപത്തിൽ അർത്ഥവും നാം മനസ്സിലാക്കി. നാം ധാരാളമായി പറഞ്ഞതുപോലെ എപ്പോഴും ഈ സൂറത്തുകൾ അത് ഓതി നോക്കുക. അതിലെ വാക്കർത്ഥം അറിയാത്തതുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സൂറത്തുകളാണ് ഈ ചെറിയ സൂറത്തുകൾ. അടുത്തതായി സൂറത്തു സൽസല. സൂറത്തു അസ്സൽസല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها. ഇവിടെ ആദ്യം ഇദാ, സാലും സായും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. ഇദാ സുൽസിലത്ത് ആദ്യം സാലാണ്, പിന്നെ സായിയാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. وأخرجت الأرض أثقالها. وقال الإنسان ما لها. ഇവിടെ അൽ ഇൻസാൻ സുക്കൂനായ നൂനിന് ശേഷം സീന് വന്നു. അതായത് ഇഖ്ഫാന്റെ അക്ഷരമാണ് സീൻ എന്നുള്ളത്. നമ്മൾ പഠിച്ച് ഇൽഹാറിന്റെ ഏകദേശം 6 അക്ഷരങ്ങളാണ്. തൊണ്ടയിൽ നിന്നുള്ള അക്ഷരം, ഇഖ്ലാബിന് ഒരു അക്ഷരം, അതുപോലെ തന്നെ യർമലൂൻ എന്നുള്ളത് ഇദ്ഗാമിന്റെ അക്ഷരം. ഇതല്ലാത്ത ബാക്കിയെല്ലാം എന്താണ്? ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള ഏകദേശം 13 അക്ഷരങ്ങൾക്ക് ശേഷമുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ്? ഇഖ്ഫാന്റെ അക്ഷരമാണ്. അപ്പോൾ വഖാലൽ ഇൻസാനു, നൂന് മുഴുവനായിട്ട് പറയൂല, മറിച്ച് ഇൻസാനു സീനിലേക്ക് മറിച്ചുകൊണ്ട് വഖാലൽ ഇൻസാനു മാ ലഹാ. يومئذ تحدث أخبارها. يومئذ تحدث أخبارها. ഇവിടെ തൻവീനിന് ശേഷം താ വന്ന് എന്താണ് നിയമം? ഇൽഹാറാണോ, ഇദ്ഗാമാണോ, ഇഖ്ലാബാണോ, ഇഖ്ഫാ ആണോ? ഇഖ്ഫാ തന്നെയാണ്. അതെ, നമ്മൾ പറഞ്ഞ് യർമലൂൻ, അതുപോലെ തന്നെ തൊണ്ടയിലെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ബാ, ഇതല്ലാത്ത ബാക്കിയെല്ലാം എന്താണ്? ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇത് നമ്മൾ നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. തജ്വീദിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളാണ്. അതിലെ വാക്ക് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. بأن ربك أوحى لها. يومئذ يصدر الناس أشتاتا ليروا أعمالهم. يومئذ يصدر الناس أشتاتا ليروا أعمالهم
فمن يعمل مثقال ذرة خيرا يره ശ്രദ്ധിക്കണം فمن يعمل مثقال ذرة خيرا يره അതെ ഇവിടെ എന്തുകൊണ്ട് മണിച്ചിട്ടില്ല ദർറത്തിൻ ഖ ഇവിടെ എന്തുകൊണ്ട് മണിച്ചിട്ടില്ല അതാണ് നമ്മൾ പഠിച്ചത് തൊണ്ടത്തെ അക്ഷരങ്ങൾ ഏതൊക്കെയാ ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ ഇൽഹാറാണ് അവിടെ നിയമം അവിടെ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം അതാണ് ദർറത്തിൻ ഖ ദർറത്തിൻ ഖൈറയ്യറ ومن يعمل مثقال ذرة شرا يره ഈ നിയമങ്ങളൊന്നും പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല രൂപത്തിൽ തർത്തീലോടുകൂടി പാരായണം ചെയ്യുന്ന ആളുകൾ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് മലക്കുകളുടെ സ്ഥാനാണ് മഅസ്തഫറത്തിൽ കിറാമിൽ ബററ. അപ്പോൾ തെറ്റുകളൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാന്നുള്ളത് അത് നാം പഠിക്കേണ്ടതുണ്ട്, ചെറിയ സൂറത്തുകൾ പ്രത്യേകിച്ച്. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹിഫ്ള് ചെയ്യാൻ തന്നെ ശ്രമിക്കാം. ഇതാണ് സൂറത്തു സൽസല. എന്താണ് സൂറത്തു സൽസല? മക്കിയായിട്ടുള്ള സൂറത്താണ് സൂറത്തു സൽസല എന്നുള്ളത്. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നസലത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അബൂബക്കർ സിദ്ദീഖ് ഖായിദുൻ ഫബക. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ അദ്ദേഹം കരയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ബക്ർ മാ എന്താണ് താങ്കളെ എന്താ മാ യുബ്കീക ഹാദി യാ അബാ ബക്കർ, അബൂബക്കറെ താങ്കൾ എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബകത്നി ഹാദി സൂറ, എന്നെ കരയിപ്പിച്ചത് ഈ സൂറത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ലൗ അന്നകും ലാ തുഖ്തിഊന വലാ തുദ്നിബൂൻ ലഖലഖല്ലാഹു തആല ഉമ്മത്തൻ മിൻ ബഅദികും യുഖ്തിഊന ഫയുദ്നിബൂൻ ഫയഗ്ഫിർ ലഹും. നിങ്ങൾ അല്ലാഹുവിനെ ധിക്കരിക്കാതെ അങ്ങനെയുള്ള ഒരു പടപ്പായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാറ്റിക്കൊണ്ട് മറ്റൊരു പടപ്പുകളെ ഉണ്ടാക്കുകയും മറിച്ച് അവർ തെറ്റ് ചെയ്യുകയും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപം പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇത്രയും ഭയാനകരമായ സൂറത്താണ്. ഇതിലെ ഓരോ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സൽസലയുടെ പറയുന്നത്. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നത്. കാരണം ഖിയാമത്ത് ദുനിയാവ് എന്നുള്ളത്, ഭൂമി എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിന്റെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഖിയാമത്ത് നാൾ ഇത്രയും കാലം കണ്ട ദുനിയാവല്ല നമ്മൾ കാണാൻ പോകുന്നത്. അവസാന കാലത്ത് ഭൂമിക്ക് പല മാറ്റങ്ങളും സംഭവിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ, അതിന്റെ പ്രകമ്പനം ഭൂമി മറിയുകയാണ്. ഇദാ റുജ്ജത് റജ്ജൻ ശദീദ, അതിന് വമ്പിച്ചൊരു ഇളക്കം സംഭവിക്കുകയാണ്. നമുക്കറിയാം ഭൂമി കുലുക്കുന്നുള്ളത് വെറും കുറച്ച് നിമിഷങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഒരു നിമിഷത്തിനേക്കാളും കുറവ്, അത്രയും തന്നെ സംഭവിച്ചാൽ കുറെ കെട്ടിടങ്ങൾ ഇളകി മറിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാളും പ്രയാസകരമായ ഭയാനകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ, വ അഖ്റജത്തിൽ അർദു, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്ക, വ അഖ്റജത്തിൽ അർദു, ഭൂമി അതിന്റെ അസ്ഖാലഹ, അതിന്റെ ഭാരം അത് പുറന്തള്ളുന്നതാണ്. ഭൂമി അതിന്റെ ഭാരം അത് പുറന്തള്ളുന്നതാണ്. എന്താണ് ഭാരം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം, മൗത, അതെ മരണപ്പെട്ട മയ്യിത്തുകളാണ്. അതുപോലെ തന്നെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു സമ്പത്താണ് പുറന്തള്ളുന്നത് എന്നും പറഞ്ഞതായി കാണാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതുപോലെയാണ്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം, ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന പ്രകമ്പനം അത് അങ്ങേയറ്റം ഭയാനകരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദൽ അർദു മുദ്ദത്, ഭൂമി അത് നീണ്ടുപോകും, വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറന്തള്ളുകയും
ചെയ്യുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. നമ്മൾ ഭൂമിയുടെ വിഷയം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ അതീവ വളരെ ചിന്തിക്കാവുന്ന പല കാര്യങ്ങളും ഭൂമിയുടെ വിഷയത്തിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയുടെ വിഷയത്തിൽ പറയുകയാണ്, മിൻഹാ ഖലഖനാകും, ആ ഭൂമിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കവും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, അപ്രകാരം തന്നെ ഖിയാമത്ത് നാൾ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നതും ആ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം നമുക്ക് നടക്കാൻ വേണ്ടി ആക്കി തന്ന ഭൂമിയിലാണ് പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് ഭൂമിന്റെ അടിയിലായിക്കൊണ്ട് ഖബറിലായിക്കൊണ്ടാകാനും റബ്ബ് പറഞ്ഞത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം നജ്അലിൽ അർദ കിഫാത, ഭൂമിയെ നിങ്ങൾക്ക് മതിയാക്കി തന്നില്ലേ. എന്താണ് അവസ്ഥ? അഹ്യാ, അതെ ജീവിച്ചിരിക്കുന്ന കാലത്തും അംവാത, അതെ മരിച്ചിരിക്കുന്ന കാലത്തും, അതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഭൂമിയുടെ മുകളിലൂടെയും അംവാത മരിച്ചിരുന്ന കാലത്ത് ഭൂമിന്റെ ഉള്ളിലായിക്കൊണ്ടും നിങ്ങളാക്കി തന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. ഈ ഭൂമിയിൽ അതിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, ഈ ഭൂമിയിൽ പല നിധികളുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പല നിധികളും ഈ ഭൂമിയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ചില മുൻകഴിഞ്ഞ സമുദായത്തിലെ ആളുകൾ കുഴിച്ചിട്ടതുമുണ്ട്, അതല്ലാത്ത പല നിധികളുമുണ്ട്. ആ വിഷയത്തിൽ വന്നൊരു ഹദീസ് വായിക്കാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുക, تقيء الأرض أفلاذ كبدها أمثال الأسطوان من الذهب والفضة فيجيء القاتل فيقول في هذا قتلت. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഭൂമി അതിന്റെ ഭാരം പുറന്തള്ളും. എന്തൊക്കെയാണ് പുറന്തള്ളുന്നത്? അതെ, സ്വർണവും വെള്ളിയും ഒരു കൂമ്പാരമായി കൊണ്ട് പുറന്തള്ളുന്നതാണ്. അപ്പോൾ ഒരാൾ വന്ന് പറയും, എന്താണ് പറയുന്നത്? ഫയഖൂൽ ഫീ ഹാദാ ഖതൽത്, അതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഈ ഒരു സമ്പത്തിന് വേണ്ടിയാണ് ഞാൻ കൊന്നത്. വയജീഉൽ ഖാതിഉ, കുടുംബബന്ധം മുറിച്ചവൻ വന്ന് പറയും, ഫയഖൂൽ ഫീ ഹാദാ ഖതഅതു റഹിമി, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ എന്റെ കുടുംബബന്ധം മുറിച്ചത്. വയജീഉസ് സാരിഖ്, അതുപോലെ തന്നെ കള്ളൻ വന്നുകൊണ്ട് പറയുകയാണ്, ഫയഖൂൽ ഫീ ഹാദാ ഖുതിഅത് യദി, ഇതിനു വേണ്ടിയാണല്ലോ എന്റെ കൈകൾ മുറിക്കപ്പെട്ടത് എന്ന് ഓരോ ആളുകളും വന്ന് പറയും. തുമ്മ യദഊനഹു, എന്നിട്ട് എന്ത് ചെയ്യും? ഈ വന്ന ആളുകളൊക്കെ ഈ സമ്പത്തെടുക്കാതെ തിരിച്ചു പോകും. ഫലാ യഖുദൂന മിൻഹു ശൈആ, അതിൽ യാതൊരുവിധ കാര്യവും ഒന്നും തന്നെ എടുക്കാതെ ആളുകൾ തിരിച്ചു പോവുകയാണ്. സഹോദരൻ, നമുക്ക് ചിന്തിക്കാനുള്ള വലിയൊരു പാഠമുണ്ട്. കാരണം ദുനിയാവിൽ ആളുകളൊക്കെ ഹറാമുകൾ ചെയ്യുന്നതും ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും കൊലപാതകങ്ങൾ, വ്യഭിചാരം, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു സമ്പത്തിന് വേണ്ടിയാണ്. പല ആളുകൾക്കും പല കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ സമ്പത്ത് ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വരുന്നൊരു സാഹചര്യം, ആർക്കും ഒന്നും വേണ്ട. ഇതാണ് അവസാന ഖിയാമത്ത് നാളിൽ നടക്കാൻ പോകുന്നത്. ഖിയാമത്ത് നാളിന് തൊട്ട് മുമ്പായി നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഅതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, യതൂഫു റജുലു ഫീഹി ബിസ്സദഖ, ഒരാൾ സദഖ കൊണ്ട് ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെല്ലും, മിനദ്ദഹബ്, എന്നിട്ട് സ്വർണ്ണമൊക്കെ ഉണ്ടാവും അവന്റെ കയ്യിൽ. സുമ്മ ലാ യജിദു അഹദൻ യഅഖുദൂന മിൻ, ആർക്കും തന്നെ ഈ സദഖ യാതൊന്നും തന്നെ വേണ്ടാത്തൊരവസ്ഥയാണ് ഖിയാമത്ത് നാളിന് മുന്നോടിയായി കാണാൻ പോകുന്നത്. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഒരിക്കലും ഒരാവശ്യവും ഇല്ലാത്ത അങ്ങനെ പുറന്തള്ളുന്ന ആ ഒരു അവസ്ഥയാണ് ഈ സമ്പത്തിനുണ്ടാവുക. ഇതിനു വേണ്ടിയാണല്ലോ ഇത്രയും കാലം ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കുകയാണ് ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ. എന്നാൽ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നേരം തൗബ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ അതിനു മുമ്പായി കൊണ്ട് തന്നെ അള്ളാഹുലേക്ക് മടങ്ങാൻ, അള്ളാഹുലേക്ക് ഹിസാബ് ചെയ്ത് മടങ്ങാൻ, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്, ഏതൊക്കെ രൂപത്തിലാണ് ഞാൻ സമ്പാദിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. കാരണം ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുലേക്ക് തിരിഞ്ഞു മടങ്ങാൻ അതിന് സാഹചര്യമില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി അടുത്ത ആയത്തിൽ കാണാം, വഖാലൽ ഇൻസാനു മാ ലഹ, അതെ മനുഷ്യന്മാർ പറയും. എന്താണ് മനുഷ്യന്മാർ പറയുന്നത്? മാ ലഹ, അതെ ഇതിനെന്ത് പറ്റി, ഭൂമിക്ക് എന്താ പറ്റിയത്? ഇത്രയും കാലം ഇങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ ഇത്രയും കാലം ചവിട്ടി നടന്ന ഭൂമിയാണ്, ഇതിന്റെ അവസ്ഥയൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത്? ആ ഭൂമി വഖാൽ ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അതാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നേ ദിവസം യൗമഇദ് തുഹദ്ദിസു, സംസാരിക്കുക തന്നെ ചെയ്യും. ആര്? ഭൂമി. അഖ്ബാറഹാ, ഭൂമി അതിന്റെ സംസാരം സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഈ ആയത്ത് പാരായണം ചെയ്തു. അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു,
അതദ്റൂന മാ അഖ്ബാറുഹ, എന്താണ് ഭൂമിയുടെ സംസാരം എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അതെ നമുക്കറിയില്ല എന്താണ് ആ കാര്യം എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, فإن أخبارها أن تشهد على كل عبد وأمت بما عمل على ظاهرها أن تقول عمل كذا وكذا يوم كذا وكذا. سبحان الله. ഈ ഭൂമിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ മുകളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ദേ ഇന്നയാൾ ഇന്നേ സ്ഥലത്ത് വെച്ച് ഇന്നേ കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്നയാൾ മറ്റു സ്ഥലത്ത് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതാണ് ഭൂമിയുടെ സംസാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നൽകുകയാണ്. ഇതേതുപോലെയാണ് നമുക്കറിയാം ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സംസാരിക്കും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു ലിജുലൂദിഹിം ലിമ ശഹീദ്തും അലൈനാ, അതെ നമ്മുടെ ശരീരം സംസാരിക്കുകയാണ്. അപ്പോൾ ഖാലു അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ, നമ്മൾ ഇത്രയും കാലം ഏതൊരു ശരീരത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ ശരീരം നമുക്കെതിരെ സംസാരിക്കുകയാണ്. അതെ ഇന്നേ കൈ കൊണ്ട് ഇവൻ ഇന്നേ ഹറാം ചെയ്തു, ഈ കണ്ണുകൊണ്ട് അവൻ ഹറാം കണ്ടു, ഇവന്റെ ചെവി കൊണ്ട് ഇത് ഹറാം കേട്ടു, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അവയവങ്ങൾ സംസാരിക്കുകയാണ് നമുക്കെതിരെയായിക്കൊണ്ട്. അപ്പോൾ അവൻ ചോദിക്കും സ്വന്തത്തോട്, എന്തിനാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്? അപ്പോൾ ആ ശരീരം പറയുന്നതാണ് അൻതഖന അല്ലാഹ്, അല്ലാഹു ആകുന്നു എന്നെ സംസാരിപ്പിച്ചത്, അല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചവനായ അല്ലാഹു ആണ് എന്നെയും സംസാരിപ്പിച്ചത് എന്ന് അവയവങ്ങൾ പറയുന്ന ദിവസം. അപ്പോൾ സഹോദരങ്ങളെ, നാം ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങൾ അത് നമ്മൾ ആലോചിച്ച് നോക്കാം. ഏതൊക്കെ ഭൂമിയിൽ വെച്ച് എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടി. ഭൂമി സംസാരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അതെ മസ്ജിദുകൾക്കാണോ എന്നെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുക, അതോ ഹറാമിന്റെ വേദികളിലാണോ എന്നെ കുറിച്ച് സംസാരിക്കുക? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ എത്രത്തോളം എന്നാൽ ചില സലഫുകൾ അവരെന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ മുൻഗാമികൾപ്പെട്ട ആളുകൾ അവർ സുന്നത്ത് നമസ്കാരം ധാരാളം സ്ഥലങ്ങളിൽ മാറി മാറി നമസ്കരിക്കുന്നതായി അവരിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം, ഭൂമി സംസാരിക്കുമ്പോൾ അവർക്ക് ഖൈറായ കാര്യം ലഭിക്കാൻ വേണ്ടി. അപ്പോൾ നാം ഈ വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഭൂമിയുടെ സംസാരം യൗമൈദിൻ തുഹദ്ദിസു, ഭൂമി സംസാരിക്കുന്നതാണ്. അഖ്ബാറഹ, ഭൂമി അതിന്റെ സംസാരം സംസാരിക്കും. എന്താണ് സംസാരം? അതാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, തുഹദ്ദിസു ബിമാ അമിലൽ ആമിലൂന അലാ ദഹരിഹ, അതിന്റെ മുകളിൽ വെച്ച് ഓരോ ആളുകളും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതാണ് സംസാരിക്കുക എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നേരത്തെ പറഞ്ഞ ഹദീസും അതിനെ വിശദീകരിച്ചാണ്. അപ്പോൾ കാരണം എന്താണ്? ബി അന്ന റബ്ബക, അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. കാരണം നിന്റെ റബ്ബ് ഔഹാലഹ, ഭൂമിയോട് വഹി നൽകിയിട്ടുണ്ട്. ഔഹ എന്ന് പറഞ്ഞാൽ അറിയിച്ചിട്ടുണ്ട്. അതെ ഭൂമിയോട് അള്ളാഹു പറഞ്ഞു സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൻ ചെയ്തു കൂട്ടിയത്, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഭൂമിയും സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ഥിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൊരു ഹദീസ്, അതിന്റെ വിഷയത്തിൽ സിഹത്തിന്റെ വിഷയത്തിൽ സംസാരമുണ്ട്. അതിലെന്താണ് പറയുന്നത്? തഹഫദു മിനൽ അർദ്, ഭൂമിയുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഫഇന്നഹ ഉമ്മുക്കും, അത് നിങ്ങളുടെ ഉമ്മയെ പോലെയാണ്. എന്താണ്? ഉമ്മയുടെ മുമ്പിൽ വെച്ചൊരു ഹറാം ചെയ്യുക, ഒരു കുറ്റമായ കാര്യം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസമാണ്. വഇന്നഹു ലൈസ മിൻ അഹദിൻ ആമല അലൈഹ ഖൈറൻ ഔ ശർ ഇല്ലാ വഹിയ മുഖ്ബിറ, അതെ എന്തൊക്കെ നന്മയാണോ തിന്മയാണോ ചെയ്തത് അത് ഭൂമി സംസാരിക്കാതെ ഇരിക്കുകയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നൊരു ഹദീസാണ്. അപ്പോൾ ഏതൊക്കെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുകയാണ്, വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, ഭൂമി അതിനെ നന്നായതിനു ശേഷം നിങ്ങൾ അതിനെ ഫസാദാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ ഭൂമി അത് നാശത്തിലേക്ക് പോയിരിക്കുന്നു. പല ആളുകളും ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് അതേ ഭൂമിയിൽ മരം മുറിക്കുകയാണ്, ഭൂമിയിൽ ഇങ്ങനെ മാലിന്യം നിക്ഷേപിച്ചുകൊണ്ട് രൂപത്തിൽ ഫസാദാക്കുകയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നാൽ ഈ ആയത്തിന്റെ അവസാനം, അടുത്ത ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കീൻ, അവർ കൂടുതൽ ആളുകൾ മുശ്രിക്കീങ്ങളാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഭൂമിയെ ഫസാദാക്കുക എന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ശിർക്ക് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയെ നിങ്ങൾ ഫസാദാക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക, ഭൂമിയിൽ നാം സഞ്ചരിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണ്?
നമ്മുടെ ഓരോ ദിവസവും ഏത് രൂപത്തിലാണ് ഭൂമി സംസാരിക്കുക എന്നൊരു കാര്യം നാം എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആ ഭൂമിക്ക് സംസാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ വിഷയത്തിൽ പറയുകയാണ്, ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. അതെ, ഫിർഔന്റെ വിഷയം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫിർഔന്റെ വിഷയത്തിൽ ആകാശഭൂമി കരഞ്ഞിട്ടില്ല. കാരണം എന്താണ്? തഫ്സീറിൽ കാണാം, ബിഖിലാഫിൽ മുഅ്മിനീന യബ്കി അലൈഹിം ബിമൗതിഹിം മുസല്ലാഹും മിനൽ അർദി ബിമാ അമില അലൈഹിം മിനസ് സമാ വമസ്അദ അമലിഹിം മിനസ് സമാ. സത്യവിശ്വാസികൾ മരണപ്പെടുമ്പോൾ ഭൂമി കരയും. കാരണം ആ ഭൂമിയുടെ മുകളിൽ വെച്ചാണ് അവൻ നമസ്കരിച്ചത് എന്നൊരു കാരണത്താൽ. എന്നാൽ ഇങ്ങനെയുള്ള കാഫിരിങ്ങൾ ഫിർഔന്റെ വിഷയത്തിൽ അള്ളാഹു പറയുകയാണ്, ആ ഭൂമിയും ആകാശമൊന്നും കരയുക തന്നെ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം ഈമാനുള്ള ആളുകൾ ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ അത് ഭൂമിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെ പ്രയാസമാണ്. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അതുപോലെ ഫസാദിന്റെ ആളുകളുടെ വിഷയത്തിൽ എന്താണ്? മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ജനാസയുടെ അടുക്കലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തരീഹുൻ വമുസ്തറാഹുൻ മിൻ. അതെ, ആശ്വാസം ലഭിക്കുന്ന ഒരു മനുഷ്യനും അതുപോലെ തന്നെ അവനിൽ നിന്ന് ആശ്വാസം ലഭിക്കപ്പെടുന്ന ഒരാളും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് ഈ രണ്ടു കൂട്ടം ആളുകൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസബിദ് ദുനിയ വഅദാഹാ ഇലാ റഹ്മത്തില്ലാഹ്. ഒരു ഈമാനുള്ള സത്യവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അവൻ സഞ്ചരിക്കുകയാണ്. അവൻ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് അവന് സമാധാനം ലഭിക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്. എന്നാൽ ഒരു ഫാജിറായ മനുഷ്യനാണെങ്കിലോ, തമ്മാടിയ ആളാണെങ്കിൽ യസ്തരീഹു മിൻ കുല്ലി ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്. മരങ്ങളും മൃഗങ്ങളും അടിമകൾക്കും എല്ലാവർക്കും തന്നെ സമാധാനമാണ്. ഇന്നയാൾ മരണപ്പെട്ടല്ലോ, ഇനി ഇയാളുടെ ഉപദ്രവമില്ലാലോ എന്ന രൂപത്തിൽ. അപ്പോൾ ഭൂമിക്കും ഒരു ഭാരമാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ. ഭൂമിക്ക് ഒരു ഭാരമാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ ഭൂമിക്ക് പോലും സന്തോഷമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. സഹോദരങ്ങളെ, ഈമാനോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും നാം ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും, ഭൂമിയുടെ പ്രകമ്പനം, അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ, സമ്പത്തും മയ്യിത്തും ഒക്കെ പുറന്തള്ളുകയാണ്. അപ്പോൾ കാണുന്ന മനുഷ്യന്മാർ പറയും, ഖാൽ ഇൻസാനു മാ ലഹ. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ലഹ ഭൂമിക്ക് എന്താണ്, അങ്ങനെ അവൻ ചോദിക്കും. യൗമഇദിൻ അന്നേ ദിവസം, യൗമഇദ് എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം, തുഹദ്ദിസു സംസാരിക്കും, ഭൂമി സംസാരിക്കും, അഖ്ബാറഹ ഭൂമി അതിന്റെ സംസാരിക്കുന്നതാണ്. ഭൂമി അങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താണ്? ബിഅന്ന റബ്ബക, കാരണം നിന്റെ റബ്ബ് ഔഹാ ലഹ, അതെ ഭൂമിക്ക് അതിനുള്ള വഹി നൽകിയിട്ടുണ്ട്, അതായത് അങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആയത്ത് നോക്കാം. യൗമഇദിൻ, എന്താണ് യൗമഇദിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അന്നേ ദിവസം. അതെ, അന്നേ ദിവസം സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്. യസ്തുറുൻ നാസു അശ്താസൻ ലിയുറൗ അഅമാലഹും. അതെ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വരും. യസ്ദുറുൻ നാസ്, ജനങ്ങൾ വരും. അശ്താതൻ, ചിഹ്നം ഭിന്നമായി. അതെ, ഓരോ കൂട്ടം ആയിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുകയാണ്, ഖുശ്അൻ അബ്സാറുഹും, ദൃഷ്ടികൾ താഴ്ത്തിയ നിലയിൽ, യഖ്റുജൂന മിനൽ അജ്ദാതി, ഖബറിൽ നിന്ന് അവർ വരും, കഅന്നഹും ജറാദുൻ മുൻതശിർ. അതെ, ചിന്നിച്ചിതറിയ ജറാദിനെ പോലെ, വെട്ടുകിളികളെ പോലെ. നമ്മൾ മരുഭൂമികളിൽ നോക്കിയാൽ മനസ്സിലാകും, മരുഭൂമികളിൽ ഈ വെട്ടുകിളികൾ വന്നിട്ട് ഒരു കൂട്ടം പോലെയാണ് വരിക. അതുപോലെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ ആര് വരിക? ജനങ്ങളൊക്കെ വരിക. അതാണ് പറയുന്നത് യൗമഇദി യസ്തുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. ആ ദിവസം യൗമഇദി മുഹ്തിഈന ഇലദ്ദാ, അല്ലാഹുവിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഇവർ വേഗതയിൽ പോകും. അപ്പോൾ കാഫിരിങ്ങൾ പറയും, യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ, ഇതങ്ങേറ്റം പ്രയാസമുള്ള ഒരു ദിവസം തന്നെയാണ് എന്ന് കാഫിരിങ്ങൾ പറയുന്ന ഒരു ദിവസമാണത്. അപ്പോൾ ആളുകളൊക്കെ എന്തിനാണ് വരുന്നത്? ലിയുറൗ അഅമാലഹും, അവന്റെ അമലുകൾ കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്തൊക്കെ പറഞ്ഞത് എന്താണ്? ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലകും ഖബ്ല അൻ തുസനു. നാളെ മീസാനിൽ വെക്കപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ മീസാനിൽ വെക്കുക. എന്തൊക്കെയാണ് അമലുകൾ ഉള്ളത്? ഈ ഒരു അവസ്ഥയിൽ മരണപ്പെടുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? ഈ കാര്യങ്ങൾ എപ്പോഴും മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചെറിയ സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
മക്കിയായ ഈ സൂറത്താണ്. വളരെ ചെറിയ സൂറത്താണെങ്കിൽ വളരെ വിശാലമായ അർത്ഥമുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു അസ്സൽസല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് കേട്ടപ്പോൾ അങ്ങേറ്റം അദ്ദേഹം കരഞ്ഞത്. ഇനി അടുത്ത 2 ആയത്തുകളാണ് നമ്മൾ അങ്ങേറ്റം പ്രയാസത്തിലാക്കേണ്ടതും അങ്ങേറ്റം സന്തോഷത്തിലുമാക്കേണ്ട 2 ആയത്തുകളാണ് ഇനി അടുത്ത 2 ആയത്തുകൾ. എന്താണ് ആ ആയത്തുകൾ? فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ആരാണോ മിസ്കാലു ദർറ ഖൈർ ചെയ്യുന്നത്. മിസ്കാലു ദർറ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അണുമണി തൂക്കം എന്നൊക്കെ പറയും. പക്ഷേ തഫ്സീറുകളിൽ വന്ന എന്താണ്? തഫ്സീറിൽ വന്ന വാക്ക് ആ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അണുമണി എന്നതൊക്കെ പിന്നീടുള്ള കാലത്ത് വന്നതാണ്. അപ്പോൾ എന്താണ് മിസ്കാലു ദർറ എന്ന് പറഞ്ഞാൽ? ഉറുമ്പിന്റെ കാല് അതിന്റെ വലുപ്പത്തിൽ. അതാണ് തഫ്സീറുകളിൽ കിതാബിൽ കാണാം ഉറുമ്പിന്റെ കാല്, അല്ലെങ്കിൽ മറ്റ് ചില തഫ്സീറുകൾ കാണാം ഉറുമ്പിന്റെ വലുപ്പത്തിൽ ഒരാൾ നന്മ ചെയ്താൽ, ഇത്രയും ചെറിയ നന്മ ചെയ്താൽ യറ അവൻ അത് കാണുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്ത ആയത്തിൽ പറയുകയാണ് വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അതുപോലെ തന്നെ ഒരു ഏറ്റവും ഉറുമ്പിന്റെ കാലിന്റെ വലുപ്പത്തോളം ഷർറ് ചെയ്താൽ അവൻ അത് കാണുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിൽ അവനെല്ലാം തന്നെ കാണും. ആര് തന്നെ കാണാതെ ചെയ്ത ഏതൊരു കാര്യമാകട്ടെ, അവൻ അള്ളാഹുവിലേക്കുള്ള ഇബാദത്ത് ആകട്ടെ അഥവാ ഹറാമുകളിലായിക്കോട്ടെ, ഏതവസ്ഥയാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് കാണുക തന്നെ ചെയ്യും. ഖുർആനിൽ വന്ന ഏറ്റവും വലിയ സജർ, താക്കീതിൽപ്പെട്ട താക്കീതാണ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. നീ എവിടെ പോയി ഒളിച്ചോ, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അള്ളാഹു നിന്നെ കാണാതെ ഒരു സമയം പോലുമില്ല എന്നൊരു ബോധം, ഈ ഒരു മുറാഖബത്ത്, ഇഹ്സാൻ എന്ന പദവി, ഇത് ഖൽബിലുണ്ടായാൽ അവന്റെ ഈമാൻ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തും. അതെ, പ്രയാസഘട്ടമാണ്, ആളുകളൊന്നും കാണുന്നില്ല, ഹറാമ് ഭക്ഷിച്ചാൽ ആളുകളൊന്നും പറയാനില്ല. ഈ രൂപത്തിൽ മനസ്സിൽ വരേണ്ടത് എന്താണ്? അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ആരും കാണാതെ എന്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ഹറാമ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ട്. അപ്പോൾ എന്റെ മനസ്സിൽ വരേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം മനസ്സിൽ വരേണ്ടതുണ്ട്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. അതെ, നന്മ ഏറ്റവും ചെറിയ രൂപത്തിൽ നന്മ ചെയ്താൽ അവനത് കാണും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയിൽ ചെറിയൊരു കാര്യം, ഒരു വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ്, ഒരു നല്ലൊരു മുഖത്തോടുകൂടി, പ്രസന്നമായ മുഖത്തോടുകൂടി തന്റെ സഹോദരനെ കാണുന്നത് പോലും, ഒരു പുഞ്ചിരി പോലും നീ അത് ചെറുതായി കാണരുത്. അത് ചെയ്യുന്ന ഒരു നന്മയാണ്. അല്ലെ, നമ്മൾ കഴിഞ്ഞ ദർസുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു ചെറിയ ഈത്തപ്പഴ കഷ്ണം കൊണ്ടെങ്കിലും ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറത്തിൻ. അതെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നരകത്തെ സൂക്ഷിക്കുക, വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീറുവ് കൊണ്ട് പോലെങ്കിലും, ഈത്തപ്പഴത്തിന്റെ ചെറിയ കഷ്ണം കൊണ്ട് പോലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നരകത്തെ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നമ്മുടെ സദഖ അത് എത്രത്തോളം വലുപ്പമാണ്, എത്രത്തോളം ചെറുതാണ് എന്നതിലല്ല കാര്യം, മറിച്ച് നമ്മുടെ ഖൽബിലുള്ള ഉദ്ദേശം. അതെ, ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ ഈ നമസ്കരിച്ച അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് സലഫുകൾ ചില അസറിൽ കാണാം, ആരും കാണാതെ ഒരാൾ സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ മറ്റുള്ള ആളുകൾ കണ്ടിരിക്കെ ചെയ്യുന്ന സുന്നത്ത് നമസ്കാരത്തിനേക്കാളും 27 ഇരട്ടി പ്രതിഫലം അവന് ലഭിക്കും എന്ന് ചില അസാറുകളിൽ കാണാം. കാരണം എന്താണ്? കാരണം ഇതാണ് ഇഖ്ലാസ്. ആരും കാണാതെ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ ബോധമുണ്ട്, ഇത് അള്ളാഹു മാത്രമേ കാണുന്നുള്ളൂ. അവന്റെ മനസ്സിൽ റിയാവ് വരുന്നില്ല, ഒരു രൂപത്തിലും അവന്റെ മനസ്സിൽ ഫസാദാക്കാനുള്ള ഒരു കാര്യവും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ അള്ളാഹുലേക്ക് എടുക്കാൻ നമ്മെ സഹായിക്കുന്ന, അങ്ങേറ്റം സഹായിക്കുന്ന ഇബാദത്തുകളിൽപ്പെട്ടതാണ് ആരും കാണാതെയുള്ള ഈ സദഖകളും, ആരും കാണാതെയുള്ള നിസ്കാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം വർദ്ധിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് അടുത്ത ആയത്തിൽ പറയുകയാണ് വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഏറ്റവും ചെറിയ രൂപത്തിൽ ഒരാൾ ഷർറ് ചെയ്താലും അത് കാണുക തന്നെ ചെയ്യും, ഖിയാമത്ത് നാളിൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇയ്യാകും വമുഹഖിറാത്തി ദുനൂബ്. പാപങ്ങളെ ചെറുതായി കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഏതുപോലെയാണത്? ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ യഹ്ലിക്ന. അത് ഒരാൾ ഒരുമിച്ച് കൂടിയാൽ അവനെ അവസാനം നശിപ്പിക്കും. ആളുകളൊക്കെ പറയാണ്, ജനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആരും തന്നെ ഒന്നും പ്രശ്നമായി കാണുന്നില്ല. എത്രത്തോളം എന്നാൽ മസ്ജിദുകളിൽ പോലും ആളുകൾ ചെയ്യാൻ മടിക്കാത്ത രൂപത്തിൽ ആളുകൾ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിൽ എന്താണ്? അത് ചെറുതല്ലേ, ആരും തന്നെ ഒരു ഗൗരവം കാണിക്കാത്ത ഒരു പാപമായി മാറി. ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾവി,
ഇതിനെ നിങ്ങൾ ചെറുതായി കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് അവസാനം ഒരുമിച്ച് കൂടി അവനെ നശിപ്പിക്കും. ഏതുപോലെയാണ് അവന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം പറയുകയാണ്. വൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ضرب لهن مثلا كمثل قوم نزلوا أرض فلات فحضر صنيع القوم فجعل الرجل ينطلق فيجيء بالعود والرجل يجيء بالعود حتى جمعوا سوادا وأججوا نارا وأنضجوا ما قذفوا فيها. ഒരാൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മരുഭൂമിയിൽ വരികയും ഒരാൾ ഒരു വിറക് കൊള്ളി കൊണ്ടുവരും, അടുത്ത ആൾ മറ്റൊരു വിറക് കൊള്ളി കൊണ്ടുവരും. അങ്ങനെ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അത് ശേഖരിച്ച് കൂട്ടി അവസാനം അത് കത്തിക്കുകയാണ്. വലിയൊരു വമ്പിച്ചൊരു തീയായി മാറുകയാണ്. ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ. അവസാനം എന്താകും? അത് വലിയ തീ കൂണ്ടാരം പോലെ ആയിത്തീരുന്നതാണ്. അതാണ് ഇബ്നുൽ മുഈസ് റഹിമഹുല്ലാ പറഞ്ഞത്, ഖല്ലിദ് ദുനൂബ സഗീറഹാ വകബീറഹാ ഫഹുവ അത്തുഖാ. ചെറുതും വലുതുമായ എല്ലാ പാപവും നീ ഒഴിവാക്കുക. വസ്നഅ കമാസിൻ ഫൗഖ അർദിൻ യഹ്ദറു മാ യറാ. ഒരു മുള്ളുള്ള വഴിയിൽ ഏത് രൂപത്തിലാണോ നടക്കുന്നത് ആ രൂപത്തിൽ നീ നടക്കുക. ലാ തഹ്ഖിറന്ന സഗീറതൻ, ചെറുതല്ലേ എന്ന് പറഞ്ഞ് നീ നിസാരമായി കാണരുത്. ഫഇന്നൽ ജിബാല മിനൽ ഹസ, കാരണം എന്താണ്? പർവ്വതം ഉണ്ടായത് ഈ ചെറിയ ചെറിയ കല്ലുകൾ കൂടിച്ചേർന്നാണ്. അപ്രകാരം നീ പാപങ്ങളെ സൂക്ഷിക്കുക. അപ്പോൾ നന്മയുടെ വിഷയത്തിലും ഈ രൂപത്തിൽ തന്നെ ചെറിയ നന്മയല്ല, അതെ വഴിയിലൂടെ പോകുന്ന ഒരു സാധുവിന് ഭക്ഷണം വാങ്ങി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ വാട്സാപ്പിലൊക്കെ പല രൂപത്തിൽ മസ്ജിദ് ഉണ്ടാക്കുന്ന വിഷയത്തിലാകട്ടെ, സാധുക്കൾക്ക് സഹായിക്കുന്ന രൂപത്തിലാകട്ടെ, അതെ പല രൂപത്തിലും നമുക്ക് പോസ്റ്റേഴ്സ് വരെയാണ്, അതെ നമ്പർ ഗൂഗിൾ പേ നമ്പർ വരെയാണ്. നമ്മൾ എന്ത് ചെയ്യാം? സാധിക്കുമെങ്കിൽ ചെറിയൊരു പൈസ ഉണ്ടെങ്കിലും നമ്മളത് ചെറിയൊരു പൈസ നമുക്ക് ചിലപ്പോൾ നമ്മളെ ഒരു രൂപത്തിൽ നമ്മൾ ബാധിക്കൂല. അപ്പോൾ ആ രൂപത്തിലെങ്കിലും നമ്മൾ നരകത്തെ സൂക്ഷിക്കേണ്ടതുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അപ്പോൾ ചെറുതല്ലേ, ചെറിയ പൈസയല്ലേ, അല്ലെങ്കിൽ ചെറിയ കാര്യമല്ലേ, ചെറിയ സംസാരമല്ലേ എന്ന രൂപത്തിൽ നമ്മൾ ചെറുതായി കാണരുത്. എന്റെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരനുണ്ട്, ജപ്പാനിലെ സഹോദരൻ. അവന് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ അവൻ പറയാണ്, അവൻ ഒരു പ്രാവശ്യം അവന് സ്കൂൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഏകദേശം +2 ആ സമയത്ത് അവന്റെ കൂടെ ഒരു ഒമാനിലൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ വിദ്യാർത്ഥിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ അവന്റെ സംസാരത്തിൽ മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ് അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള സംസാരം എപ്പോഴും പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവന് ചിന്തിക്കുകയാണ്, ഇതെന്താണ് ഈ പറയുന്നതിന് അർത്ഥം? അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇവൻ ചോദിച്ചു, എന്താണ് ഈ പറയുന്നതിന് അർത്ഥം? അങ്ങനെ ഈ സംസാരം അൽഹംദുലില്ലാ ബാറക്കല്ലാഹ് മാഷാ അല്ലാഹ് ഈ ഒരു സംസാരം കാരണത്താൽ അവൻ ഇസ്ലാമിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ ഇപ്പോൾ ജാമിഅ ഇസ്ലാമിൽ അവൻ പഠിക്കുന്നുണ്ട്. ജപ്പാനിൽ പഠിക്കുന്ന ഏകദേശം 3-4 കുട്ടികൾപ്പെട്ടൊരു കുട്ടിയാണ് അവൻ. അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നൊരു കാരണം ഈ വെറും വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മുടെ വേഷം, ഇതൊക്കെ എന്താകും? നമ്മുടെ ഇസ്ലാമിലേക്ക് പോലും ആകർഷിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതൊന്നും ചെറുതായി നമ്മൾ കാണരുത്. അതെ നമ്മൾ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്ത് നമ്മൾ അതുപോലെ താടി അതുപോലുള്ള കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അടയാളങ്ങൾ നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. ആളുകൾ കാണും, നല്ല രൂപത്തിൽ ആളുകളോട് വർത്തിക്കുക, ആളുകൾക്ക് നന്മ ചെയ്യുക. ഇതൊക്കെ എന്താണ്? നമ്മൾ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുംറിൻ നഅം. ഈ കാരണത്താൽ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് ഏതുപോലെയാണ്? ഖൈറുൻ ലക മിൻ ഹുംറിൻ നഅം, ചുവന്ന ഒട്ടകം അത് ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ് ഈ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരിക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയാണ്. അപ്പോൾ നന്മ അത് ചെറുതായി നമ്മൾ ഒരിക്കലും കാണരുത്. അപ്രകാരം തന്നെ തിന്മയും, ഇത് രണ്ടും നല്ല രൂപത്തിൽ കൊണ്ടുപോയാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്നതാണ് ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. ഇഹ്സാനുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു, അള്ളാഹു അവനെ നിരന്തരം കാണുന്നുണ്ട്, അള്ളാഹുവിനെ അവൻ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. വസിയാദ, അതിനേക്കാളും വർധനവ്. മുഫസ്സിരിങ്ങൾ പറയുന്നതായി കാണാം, ആ വർധനവ് അള്ളാഹുവിലേക്കുള്ള നോട്ടമാണ്. അള്ളാഹുവിലേക്കുള്ള നോട്ടം, ആ ഒരു നോട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് റബ്ബിലേക്കുള്ള നോട്ടം എന്നുള്ളത്. നസ്അലുല്ലാഹ മിൻ ഫദ്ലി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് സൂറത്തു അസ്സൽസല. ചെറിയ ആയത്തുകളാണ്, വലിയ വമ്പിച്ച പാഠങ്ങളാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ഈ സൂറത്ത് തന്നെ മതി. ഇബാദത്ത് ചെയ്ത് മുന്നേറാൻ ഈ സൂറത്ത് തന്നെ മതി. അള്ളാഹുവിനെ എപ്പോഴും ഇബാദത്ത് ചെയ്ത് മുന്നേറുന്ന ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ
ഇതാണ് സൂറത്തു അസ്സൽസല. അടുത്ത സൂറത്താണ് സൂറത്തു അൽ ആദിയാത്ത്. നമുക്ക് പാരായണം ചെയ്യാം. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا. ഇവിടെ ഗൈനാണ്. ഫൽമുഗീറാതി സുബ്ഹാ. ഫൽമൂരി അല്ലെ, അവിടെ റാക്ക് കെസ്റുള്ളതുകൊണ്ടാണ് രി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? തർക്കീഖ് ചെയ്യാന്ന് പറയും. തർക്കീഖ് ചെയ്യാന്ന് പറയും. റാ എന്ന ശബ്ദത്തിൽ പാരായണം ചെയ്യുന്ന സന്ദർഭമാണ് റാക്ക് കെസ്ർ വരിക, അല്ലെങ്കിൽ സുക്കൂനായ റാക്ക് മുമ്പ് കെസ്ർ വരിക. ഉദാഹരണത്തിന് ഫിർഔൻ എന്നതുപോലെ, ഫിർഔൻ ശിർക്ക് എന്നതുപോലെ. ഇന്ന ശിർക എന്നല്ല, ഇന്ന ശിർക ലദുൽമുൻ അസീം, അങ്ങനെയാണ് പാരായണം ചെയ്യുക. അതുപോലെയാണ് ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹാ. فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد. അതെ, ദാലിന് സുക്കൂന് വന്നപ്പോൾ ദ എന്ന് പറഞ്ഞത് കൽക്കല എന്നുള്ള നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൽക്കലയുടെ അക്ഷരങ്ങളാണ് ഖുതൂബ് ജദ്. ഈ 5 അക്ഷരങ്ങൾ സുക്കൂൻ വന്നാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂന് കൊടുക്കുന്ന പോലെയല്ല, ഷഹീദ്, അഹദ് എന്ന രൂപത്തിലാണ് പാരായണം ചെയ്യുക. وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാനും അത് ഹിഫ്ള് ചെയ്യാനും ഒരു സമയം നിർബന്ധമായിട്ട് നമ്മൾ മാറ്റി വെക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ സംസാരം നമ്മളോട് സംസാരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംസാരം നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഹിദായത്ത് കിട്ടുക? അപ്പോൾ നമ്മൾ ചെറുതായി കാണരുത്. ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. നമ്മൾ ഒരാൾ പറയാണ് ഇവിടെ അങ്ങാടിയിൽ പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും അവിടെ പോകാൻ മടി ഉണ്ടാവില്ല. കാരണം അത്രയും ആളുകൾ ക്യൂ നിന്നിട്ടാണെങ്കിലും എങ്ങനെങ്കിലും അത് വാങ്ങും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം നമ്മൾ ആലോചിച്ച് നോക്ക്. കാരണം ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. അങ്ങനെ 10 അക്ഷരം ഓതിയാൽ, 1000 അക്ഷരം ഓതിയാൽ, ഒരു സ്വഫ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് എണ്ണാൻ പറ്റൂല. ഇത്രയും പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓതിയാ നൽകുന്നത്. അപ്പോൾ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുകയാണ്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്തത്. ഇതിലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ പ്രതിഫലം നൽകുന്നത്, അതിന്റെ പ്രതിഫലം പറയുന്നത് കാരണം എന്താണ്? ആ ഇബാദത്തിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെറിയൊരു ഇബാദത്ത് കൊണ്ട് തന്നെ ഇത്രയും പ്രതിഫലം ലഭിക്കുമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്? നമ്മളൊരിക്കലും അത് അശ്രദ്ധ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചെറിയ രൂപത്തിലെങ്കിലും ഒരു അരജുസെങ്കിലും നമ്മൾ മിനിമം ഒരു ദിവസം പാരായണം ചെയ്യാൻ ശ്രമിക്കണം. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ, ഒരു നല്ല രൂപത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആൾക്ക് വേണ്ടത് 20-25 മിനിറ്റ് അല്ലെങ്കിൽ അതിനേക്കാളും കുറവ്, ഇത്രയേ വേണ്ടുള്ളൂ ഒരു ജുസ് പാരായണം ചെയ്യാൻ.
അപ്പോൾ നല്ല രൂപത്തിൽ ഓതാൻ അറിയുന്ന ആളുകൾക്ക് ആ ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിൽ, അള്ളാഹിന്റെ സംസാരത്തിന് മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് മാറ്റിവെക്കുന്നതിലെ കാര്യമുള്ളത്? അപ്പോ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് അള്ളാഹിന്റെ ഖുർആൻ, അള്ളാഹിന്റെ കലാം. അത് ധാരാളമായി പാരായണം ചെയ്യാന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവും, നമ്മുടെ ജോലിയിലും നമ്മുടെ പഠനത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാവും. ദീൻ പഠിക്കുന്ന മക്കൾ തന്നെ എന്ത് ചെയ്യണം? ഖുർആന്റെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. കാരണം എല്ലാ ഇൽമും എന്താണ്? ഈ ഖുർആനിലേക്ക് മടങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മുഴുവനും അത് ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. ഖുർആനാണ് അടിസ്ഥാനം. ഖുർആൻ കൊണ്ട് ഹിദായത്ത് ലഭിക്കാത്ത ആളുകൾ പിന്നെ എന്തുകൊണ്ടാണ് ഹിദായത്ത് ലഭിക്കുക? ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. ഖുർആൻ നല്ലോണം പാരായണം ചെയ്യുക, ഖുർആന്റെ ആളായിക്കൊണ്ട് നമ്മൾ നിൽക്കുക. നമുക്കറിയുന്ന ഒരു സുഹൃത്തുണ്ട്, കണ്ണൂരുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം ദിവസം 5 ജുസ് ഖുർആൻ പാരായണം ചെയ്ത്. താലിബുൽ ഇൽമ് ഒന്നല്ല, അദ്ദേഹം ഒരു ഡ്രൈവറാണ്. അദ്ദേഹം കുട്ടികളെ രാവിലെ കൊണ്ടാക്കും, അതുപോലെ തന്നെ ഉച്ചക്ക് വൈകുന്നേരം കുട്ടികളെ കൂട്ടും കൊണ്ടാക്കി. ഇതന്നെ അദ്ദേഹത്തിന്റെ പണി. അതിന്റെ കൂടെ അദ്ദേഹം ഖുർആനുമായിട്ട് നല്ലോണം പാരായണം ചെയ്യും. ഒരു ദിവസം 5 ദിവസം ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് പ്രയാസമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൂടെ യാത്ര ചെയ്ത ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ദിവസം യാത്ര ചെയ്തപ്പോൾ ഖുർആൻ ഓതാൻ പറ്റാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ മാറിയതായിട്ടുള്ള. അപ്പോൾ ഖുർആനുമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് നമ്മുടെ ഖൽബിന് അങ്ങേറ്റം ശമനമാണ്. നമുക്കറിയാം പല രൂപത്തിൽ പല പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകും. അള്ളാഹു പറയുകയാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആൻ എന്താണ്? നിങ്ങൾക്ക് ശിഫാണ്, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. പല ആളുകളും ശിഫ എന്ന് പറയുമ്പോൾ രോഗങ്ങൾക്ക് മാത്രമാണ്, ശാരീരികമായുള്ള രോഗത്തിന് മാത്രമാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഹൃദയത്തിന് അങ്ങേറ്റം സമാധാനമാണ്. ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക്, അതുപോലെ പല രൂപത്തിലും രോഗങ്ങൾ ഹൃദയങ്ങളെ ബാധിക്കും. ആ രോഗങ്ങളിലൊക്കെ ശിഫ ആണ്, സമാധാനാണ്. എന്ത്? ഖുർആൻ പാരായണം ചെയ്യുക, അതിന് പഠിക്കുക എന്നുള്ളത്, തഫ്സീർ പഠിക്കുക എന്നുള്ളത്. കുറച്ച് സമയമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇയർഫോൺ ചെവിയിൽ വെച്ചാൽ പല രൂപത്തിൽ നമുക്ക് പഠിക്കാൻ സൗകര്യം കൂടുതലാണ്. ഓരോ ദിവസം ഒരാഴ്ചയെങ്കിലും അർത്ഥം വായിച്ചു നോക്കാം. അതൊക്കെ നമ്മൾ ദിവസം ചെയ്താൽ അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടമുള്ള കാര്യമാണ് ദിവസം ചെയ്യുന്നത് കാര്യങ്ങൾ. എന്താണ്? അതുവ മുഹാവ ഇൻകൽ. കുറച്ചാണെങ്കിലും ദിനേന ചെയ്യാന്നുള്ളത് അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടമാണ്. അപ്പൊ ഖുർആന്റെ വിഷയം നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തരുത്. പറ്റുന്ന രൂപത്തിൽ പാരായണം ചെയ്യുക, ഒരു സുഹൃത്തെങ്കിലും അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ വലുതാകുമ്പോൾ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ പ്രായമായി കഴിഞ്ഞാലും ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതെ, ഒരാളുടെ ഹൃദയം നന്നായാൽ അവൻക്ക് ഖുർആൻ കൊണ്ടൊന്നും മതിയാവൂല. അതെ, ഈ ഖുർആൻ പാരായണം ചെയ്താൽ മതിയാവൂല. അത്രയും ആവശ്യമായിരിക്കും ഖുർആനിലേക്ക്. കാരണം അവന്റെ ഹൃദയം മോശമായി എന്നൊരു അടയാളമാണ് അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നതായി നമ്മൾ അസറുകളിൽ എടുത്ത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ലൗ തഹറത് ഖുലൂബന മാ ശബിഅനാ ബികലാമി റബ്ബിന. അതായത് നമ്മുടെ ഹൃദയം നന്നായാൽ നമുക്കൊരിക്കലും അള്ളാഹിന്റെ കലാം കൊണ്ട്, സംസാരം കൊണ്ട് നമുക്ക് മതിയാവൂല. അത്രയും ഓതാൻ തന്നെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചികിത്സിച്ച് മാറ്റണം. ഖുർആൻ നല്ലോണം ഓതാനും തഫ്സീർ പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും തദബ്ബുർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അള്ളാഹു ചോദിച്ചതുപോലെ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആൻ പാരായണം ചെയ്ത് തദബ്ബുർ ചെയ്യുന്നില്ല, ഉറ്റാലോചിക്കുന്നില്ലേ? അന്ന് അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവരുടെ ഹൃദയത്തിൽ പൂട്ടിട്ട ആ ഒരു അവസ്ഥയിലാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നതായിരിക്കണം. അപ്പോൾ ഖുർആന്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്തിൽ പറയുന്നത്? സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ. അതെ, അള്ളാഹു മനുഷ്യന്മാരുടെ അവസ്ഥ പറയാണ്. അള്ളാഹു ധാരാളം നിഅമത്ത് നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളിൽ ആദരവ് നൽകി. അള്ളാഹു പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ആദമിനെ ആദരവ് നൽകി. എന്നിരിക്കെ ഈ മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുകയാണ്. ഈ അവസ്ഥയിൽ ലഖനൂദ്, അതെ, അള്ളാഹുവിനെ അനുഗ്രഹത്തെ നിഷേധിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ആദിയാത്തിൽ പറയുന്നത്. നമുക്ക് തഫ്സീർ സഅദി അത് വായിക്കാം. ഇമാം സഅദി റഹിമഹുല്ലാ ഒന്നാമത്തെ ആയത്ത് വൽ ആദിയാതി ദബ്ഹ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അൽ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഓടുന്ന, കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകൾ തന്നെയാണ് സത്യം.
അദ്ദേഹം പറയുകയാണ് അഖ്സമല്ലാഹു തബാറക വതആല ബിൽ ഖൈലി ലിമാ ഫീഹാ മിൻ ആയാതിഹിൽ ബാഹിറ വനിഅമിഹി ളാഹിറ മാ ഹുവ മഅലൂമുൻ ലിൽ ഖൽഖ്. അതെ, എല്ലാ പടപ്പുകൾക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇത്രയും വലിയ അനുഗ്രഹിച്ച ആ ഒരു പടപ്പായ അല്ലാഹു സുബ്ഹാനഹു വതആല കുതിരയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. വഅഖ്സമല്ലാഹു തആല ബിഹാ ഫിൽ ഹാലി അല്ലതി യുശാരികു ഫീഹാ ഗൈറുഹാ മിൻ അൻവാഇൽ ഹയവാനാത് ഫഖാൽ വൽ ആദിയാതി ضبحا ഐ അൽ ആദിയാതി അദ്വൻ ശദീദൻ ബലീഗ, അങ്ങേറ്റം വേഗതയിൽ ഓടുന്ന കുതിരകൾ തന്നെയാണ് ആ കുതിരകൾ കൊണ്ട് തന്നെയാണ് സത്യം. യസ്ദുറു അൻഹു ضبح, ആ കുതിരയിൽ നിന്ന് എന്തുണ്ടാകാണ്? കിതപ്പുണ്ടാകാൻ. എന്താണ് ضبح എന്ന് പറഞ്ഞാൽ വഹുവ സൗതു നഫസിഹാ ഫീ സദ്രിഹാ ഇൻദ ഇസ്തിദാദി അദ്വിഹാ, അതെ, ഓട്ടത്തിന്റെ വേഗത കൂടുമ്പോഴുള്ള ആ കുതിരകൾ തന്നെയാണ് സത്യം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, അല്ലാഹു ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്യാന്നുള്ളത് ആ ഒരു മഖ്ലൂഖിന്റെ, ആ ഒരു പടപ്പിന്റെ അളമത്തിനെ അറിയിക്കും, അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു കുതിരയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. അതിന്റെ വിശേഷണം പറയാം, അള്ളാഹു കുതിര എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ വിശേഷണമാണ് പറയുന്നത്. യുദ്ധത്തിൽ അങ്ങേറ്റം വേഗതയോടുകൂടി ഓടുകയാണ്, കിതച്ചുകൊണ്ട്. ഫൽമൂരിയാത്തി ഖദ്ഹ, ഫൽമൂരിയാത്ത് എന്ന് പറഞ്ഞാൽ തീ കത്തിച്ചുള്ള, ഔറ യൂരി എന്ന് പറഞ്ഞാൽ തീ കത്തിക്ക എന്നതാണ് അർത്ഥം. എന്താണ്? ബി ഹവാഫിരിഹിന്ന മാ യതഅന അലൈഹി മിനൽ അഹ്ജാർ, അതെ, കാലുകൾ, അതിന്റെ കുളമ്പ്, അത് കല്ലുകൾക്ക് തട്ടുമ്പോൾ തീപ്പൊരി വരും. ഖദ്ഹ, അതെ, തഖ്ദഹു النار من صلابة حوافرهن وقوتهن إذا عدون, അത് ശക്തിയായി അങ്ങേറ്റം വേഗതയിൽ ഓടുമ്പോൾ തീപ്പൊരി വരുന്നതാണ്. അങ്ങനെയുള്ള കുതിരകൾ തന്നെയാണ് സത്യം. ഫൽമുഗീറാത്തി, യുദ്ധം ചെയ്യുന്നവർ തന്നെയാണ് സത്യം. അൽ അദാദെ, കുതിരകൾ, അത് കുതിരകളുടെ മറ്റൊരു വിശേഷണമാണ്. ആ കുതിരകൾ യുദ്ധം ചെയ്യും. സുബ്ഹ, സുബ്ഹിന്റെ സമയത്ത്. കാരണം യുദ്ധം അധികവും രാവിലെ സമയത്താണ് തുടങ്ങുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമുദായത്തിൽ പോയാൽ അവിടെ സുബ്ഹി ബാങ്ക് കൊടുക്കുന്ന കേട്ടാൽ അവിടെ യുദ്ധം ചെയ്യൂല. കാരണം അവിടെ ഇസ്ലാം ഉണ്ട് എന്നൊരു കാര്യം അവിടെ മനസ്സിലാകും. അതിനുശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം തുടങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുതിരകൾ തന്നെയാണ് സത്യം. രാവിലെ യുദ്ധം ചെയ്യുന്ന കുതിരകൾ, ഈ രാവിലെ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം ബറക്കത്ത് നൽകിയ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഉമ്മതിന ഫീ ബുകൂരിഹ, അതെ, അല്ലാഹു എന്റെ ഉമ്മത്തിന് ഈ ബുക്കൂറിന്, രാവിലെ സമയത്ത് അതിന് ബറക്കത്ത് നൽകണേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാവിലെ സമയം എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ രാവിലെ സമയം നമ്മൾ മാറ്റിവെക്കാം. ഏറ്റവും നല്ലതാണ് എന്താണ്? ഖുർആൻ പാരായണം ചെയ്തലാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കലാണ്, ഇബാദത്തുകളാണ്. ഇങ്ങനൊരു വിഷയം മസ്ജിദിൽ ഇരിക്കലാണ്. ഈ ഒരു കാര്യം നമ്മൾ അങ്ങേറ്റം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയാൽ പിന്നീട് നമ്മുടെ ബാക്കിയുള്ള ദിവസം നമുക്ക് അതിൽ ബറക്കത്തുണ്ടാകും. അതാണ് രാവിലെ സമയത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ രാവിലെ യുദ്ധം ചെയ്യുന്ന കുതിരകൾ തന്നെയാണ് സത്യം. അങ്ങനെ ഈ കുതിരകളുടെ മറ്റൊരു പ്രത്യേകതയാണ് പൊടിപടലം, അത് പാറ്റി പായുന്നതാണ്, ഓടുന്നതാണ് ഈ കുതിരകൾ. വസത്ത് എന്ന് പറഞ്ഞാൽ മധ്യത്തിലാകും. ഈ കുതിരകൾ അതിന്റെ റാക്കിബ് കൊണ്ട്, അതിന്റെ കുതിര പടയാളിയെ കൊണ്ട് അതിന്റെ നടുക്ക് വരുന്നതാണ്. കാരണം യുദ്ധത്തിന്റെ നടുക്ക്, യുദ്ധവേളയിൽ കുതിര അതിന്റെ കുതിര പടയാളിയുമായി യുദ്ധത്തിൽ വന്നിറങ്ങുന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ആ ഒരു കുതിര നടുക്ക് വന്ന് യുദ്ധം ചെയ്യുന്ന ആ കുതിര തന്നെയാണ് സത്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യണം. വൽആദിയാതി ضبح, ഓടുന്ന, ഫൽമൂരിയാതി തീപ്പൊരി പാറുന്ന, ഫൽമുഗീറാത്തി അത് യുദ്ധം ചെയ്യുന്ന, ഫഅസർന ബിഹി നഖഅ പൊടിപടലം പാറ്റുന്ന, ഫവസതന ബിഹി ജമഅ യുദ്ധ രണാങ്കണത്തിൽ അതിന് നടുക്കിറങ്ങുന്ന, ഇങ്ങനെയൊക്കെയുള്ള കുതിര തന്നെയാണ് സത്യം. അപ്പോൾ ഇതിലെ കുറച്ച് വാക്കുകൾ എന്നുള്ളത് നമ്മൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത വാക്കായിരിക്കും. നമ്മൾ ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കുക. അത് കുറച്ചൊരു ഈ സൂറത്തുൽ ആദിയാത്തിന്റെ തുടക്കം എന്നുള്ളത് എന്താണ്, അറിയാത്ത വാക്കുകളാണ്. അറിയാത്ത വാക്കുകൾ എഴുതി വെച്ച് വായിച്ച് കുറെ തവണ ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ചെറിയ സൂറത്തുകളാണ്, അങ്ങേറ്റം അർത്ഥമുള്ള സൂറത്തിൽപ്പെട്ടൊരു സൂറത്താണ്. എന്നിട്ട് എന്താണ് അള്ളാഹു ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്താൽ എന്തൊരു കാര്യമാണ് അതിൽ മുഖ്സമ അലൈഹിൻ, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് സത്യം ചെയ്തത്? അതെ, അള്ളാഹു പറയുകയാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, അതെ, മനുഷ്യൻ അവൻ തന്റെ റബ്ബിനോട് ലകനൂദാണ്. അതെ, അവൻ അനുഗ്രഹത്തെ നിഷേധിച്ച് നടക്കുകയാണ്. ഐ ലമനൂഉ ലിൽ ഖൈരി അല്ലദി അലൈഹി, അവനുള്ള നന്മയുടെ വിഷയത്തെ അതിന് തടയുന്നവനാണ്. ഫതബിഅത്തുൽ ഇൻസാനി വജിബില്ലതുഹു അന്ന നഫ്സഹു ലാ തസ്മഉ ബിമാ അലൈഹി മിൻ ഹുഖൂഖ് ഫതുഅദ്ദിഹാ കാമിലതൻ മുവഫറ. മനുഷ്യന്മാരുടെ തബിഅത്തിൽ പെട്ടതാണ് അവൻ
അവൻ എന്ത് ചെയ്യില്ല, അവന് കൊടുക്കേണ്ട ഹക്കുകൾ അവൻ നല്ല രൂപത്തിൽ നിറവേറ്റുകയില്ല. ബൽ തബീഅതു ഹൽ കസൽ, മറിച്ച് എന്താണ് അവന്റെ തബീഅത്ത്, അവന്റെ ഫിത്രത്ത് എന്താണ്, അവന് മടിയാണ്, അതുപോലെ തന്നെ നിഷേധിക്കലാണ്. ഇതൊക്കെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. മിനൽ ഹുഖൂഖിൽ മാലിയ വൽ ബദനിയ, അതെ, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഈ രൂപത്തിലൊക്കെ അവൻ എന്ത് ചെയ്യാണ്, അവൻ അങ്ങേറ്റം മടിയാണ്, അതുപോലെ തന്നെ അതിനൊക്കെ നിഷേധിക്കുകയാണ്, തടയുകയാണ്. ഇല്ല മൻ ഹദാഹുല്ലാഹ്, അല്ലാഹു ഹിദായത്ത് നൽകിയ ആളുകൾ ഒഴികെ. ഫഖറജ അൻ ഹാദൽ വസ്ഫി ഇലാ വസ്ഫി സമാഹി ബിഅദാഇൽ ഹുഖൂഖ്, അല്ലാഹു ഹിദായത്ത് നൽകിയ ആളുകൾ അവരാണ് അല്ലാഹു നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനെ അനുസരിച്ച് അവനെ സത്യപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾ. അപ്പോ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യന്മാർ തന്റെ റബ്ബിനെ, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു തള്ളുന്ന അവസ്ഥയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടിയാണ് ഈ കുതിരകളുടെ വിഷയങ്ങളൊക്കെ കൊണ്ട് സത്യം ചെയ്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, അതെ, അവൻ മനുഷ്യന്മാർ ആ ഒരു അനുഗ്രഹത്തെ നിഷേധിക്കുന്നുണ്ട് എന്നൊരു കാര്യം മനുഷ്യന്മാർ തന്നെ അംഗീകരിക്കുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഐ ഇന്നൽ ഇൻസാന അലാ മാ യഅരിഫു മിൻ നഫ്സിഹി മിനൽ മൻഇ വൽ കൻദ് ലശാഹിദുൻ ബിദാലിക ലാ യജ്ഹദുഹു വലാ യുൻകിറു, അത് മനുഷ്യന്മാർ നിഷേധിക്കുന്നില്ല, അവനത് അംഗീകരിക്കാം. ലിഅന്ന ദാലിക അംറുൻ ബയ്യിനുൻ വാദിഹ്, കാരണം അത് വ്യക്തമായ കാര്യമാണ്. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കണ്ണ് നൽകി, കാത് നൽകി, ആ ഒരു അവയവങ്ങൾ കൊണ്ട് തന്നെ അവരെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഒരു സഹോദരന്റെ കഥ കേട്ടു. അദ്ദേഹത്തിന് കണ്ണിന്റെ സൈഡിൽ ഒരു നരമ്പുണ്ട്, ആ നരമ്പിന് ഒരു പ്രയാസമാണ്. ഇദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നലെ കേട്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഒരു നിഅമത്ത് എത്രത്തോളം വലുതാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സലഫുകൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതറിയണമെങ്കിൽ നിന്റെ കണ്ണൊന്ന് നീ അടച്ചു നോക്കുക. ആ കണ്ണൊന്ന് അടച്ചാൽ നിനക്ക് മനസ്സിലാവും റബ്ബ് എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ടല്ല ഞാൻ ഈ കാണുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്ത് ഈ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ കാണാം, അതെങ്ങനെ ശരിയാകാം? എന്നാൽ ആ ഒരു കാര്യം അവൻ ചെയ്യുകയും അതവൻ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. ദുനിയാവിൽ ഇതാണ് അവസ്ഥ. എന്നാൽ പരലോകത്ത് എന്താണ്? പരലോകത്ത് അവൻ അതും കാണും. അതും നിഷേധിക്കാൻ അവന് സാധിക്കൂല. അതുകൊണ്ടാണ് മറിച്ചവൻ ഖേദിക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, അതെ, ഒരു ദുനിയാവിൽ ഒരു സമയം ഇബാദത്തിലല്ലാതെ ചെലവഴിച്ച സമയത്തെ ഓർത്ത് മനുഷ്യന്മാർ ഖേദിക്കുന്നതാണ്. അതുകൊണ്ടാണ് സലഫുകൾ ആ രൂപത്തിൽ പറഞ്ഞത്. കാരണം ഇത്രയും വിലപ്പെട്ടതാണ് നമ്മുടെ സമയം, ഇത്രയും വിലപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി 5 കാര്യത്തെ നിങ്ങൾ മുതലെടുക്കുക. അതിൽ പറഞ്ഞതാണ് ശബാബക ഖബല ഹറമിക്, പ്രായം വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പുള്ള യൗവനത്തെയും അതുപോലെ തന്നെ രോഗം വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ആരോഗ്യത്തെയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ്, നിഅമതാനി മഗ്ബൂൻ ഫീഹിമാ കസീറു മിനൻ നാസി അസ്ഹഹത്തു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളുടെ അധിക ആളുകളും വഴികേടിലാണ്. എന്താണ് ഈ 2 അനുഗ്രഹങ്ങൾ? അസ്ഹഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും അതുപോലെ തന്നെ ആരോഗ്യം. ഈ 2 നിഅമത്തുകൾ ലഭിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്തിൽ മുന്നേറാനുള്ള സമയമാണ്, ഇബാദത്തിൽ മുന്നേറാനുള്ള സമയമാണ്. ആ ഒരു സമയത്തിന്റെ വിഷയത്തിൽ അവന് അശ്രദ്ധയിലാണ്. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഒഴിവ് സമയമുണ്ട്, അങ്ങനെ വ്യാപൃതമാകാണ്. കുറച്ച് കഴിഞ്ഞ് ജോലികൾ വരികയാണ്, രോഗം വരികയാണ്, കുറച്ച് കഴിഞ്ഞ് അപ്പോഴാണ് അവൻ ചിന്തിക്കുക, ഞാൻ അന്ന് മുതൽ ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആ രൂപത്തിൽ അവൻ ചിന്തിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയമൊക്കെ ഇബാദത്ത് ചെയ്ത് അവനിലേക്ക് ഇബാദത്തിലേക്ക് മുന്നേറി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. والله شهيد على ذلك ففيه الوعيد التهديد الشديد بأن الله عليه شهيد. അപ്പോൾ ഇതെന്താണ്? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ താക്കീത് ചെയ്യുകയാണ്. അതെ, അവൻ അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അവൻ നൽകിയ അനുഗ്രഹത്തെ അവൻ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നു.
അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഖൈറിനോടുള്ള സ്നേഹം. എന്താണ് ഖൈറിനോടുള്ള സ്നേഹം? ലിഹുബ്ബിൽ ഖൈർ, ഹുബ്ബ് എന്ന് പറഞ്ഞ സ്നേഹം, ഖൈറിനോടുള്ള സ്നേഹം ലശദീദ്, അത് അങ്ങേറ്റം കഠിനമാണ് മനുഷ്യന്റെ. എന്താണ് ഖൈർ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഖൈർ എന്ന് പറഞ്ഞാൽ മാലാണ്, സമ്പത്താണ്. അപ്പൊ സമ്പത്തിനോടുള്ള സ്നേഹം അതീവ കഠിനമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബ്, ആദമിന്റെ പുത്രന് ഒരു വാദി നിറയെ സ്വർണ്ണമുണ്ടെങ്കിൽ അഹബ്ബ അൻ യകൂൻ ലഹു വാദിയാൻ, അവനെ ആഗ്രഹിക്കുക, അവൻ ഇഷ്ടപ്പെടുക എന്താണ്? എനിക്ക് 2 വാദി, 2 താഴ്വര നിറയെ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് അവൻ ചിന്തിക്കുക. വലയം ലഅഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നടക്കൂല എന്ന് പറഞ്ഞാൽ മരണം വരെ അവൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കലും അവന്റെ ആ ഒരു ആഗ്രഹം തീരൂല ദുനിയാവിനോടുള്ള. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അവസ്ഥ പറയാണ്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. നമ്മള് നേരത്തെ പറഞ്ഞല്ലേ സമ്പത്തിന്റെ അവസ്ഥ, ഖിയാമത്ത് നാളായിക്കന സദഖ കൊടുത്താൽ സദഖ എനിക്ക് വേണ്ട, ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ ഈ ഒരു സമ്പത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഹറാം ചെയ്തത്, ഞാൻ കൊന്നത്, ഞാൻ എന്റെ കുടുംബ ബന്ധം വിച്ഛേദിച്ചത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഖിയാമത്ത് നാളിൽ വരാനുണ്ട് എന്ന് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിപ്പിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, അഫലാ യഅലം, അവൻ അറിയുന്നില്ലേ, ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, അതേ ഭൂമികളിലൊക്കെ പുറത്തു വന്നാൽ, ഈ ഹൽ തഅലമു ഹാദൽ മുഖ്തർ ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ ഐ അഖ്റജൽ അംവാത മിൻ ഖുബൂരിഹിം ലിഹശ്രിഹിം വനുസൂരിഹിം. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള മയ്യിത്തിനൊക്കെ പുറത്തു വരുന്ന ദിവസം അവൻ അറിയുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വഹസ്സില മാ ഫിസ് സുദൂർ, ഹൃദയത്തിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. അതേ അല്ലാഹു പറഞ്ഞതുപോലെ യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യവും പരസ്യമാവുന്ന ദിവസം. ആരും കാണാതെയായിരുന്നു, അവന്റെ മനസ്സിലായിരുന്നു ആ ഒരു ചിന്തയുണ്ടായിരുന്നു, റിയായിരുന്നു. ആളുകൾക്ക് മുമ്പിൽ ഒരു ആളുകളൊക്കെ പ്രശംസിക്കണം, ആളുകൾക്ക് മുമ്പിൽ ഞാൻ സംഭവമാണ് എന്നൊക്കെയായിരുന്നു അവന്റെ ചിന്ത. എന്നാൽ അത് അല്ലാഹു അറിഞ്ഞിരുന്നു. ആ ഒരു പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടിരുന്നു. ഈ ഒരു ബോധം അവനുണ്ടാകട്ടെ. കാരണം ഇതൊക്കെ എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നതാണ്, അറിയുന്നതാണ് എന്നൊരു ബോധം അവനുണ്ടാകട്ടെ എന്ന് ഈ ആയത്തിൽ പറയാണ്. വഹസ്സില മാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു അവസ്ഥ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, അവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം സൂക്ഷ്മമായി അറിയുന്നവരാണ്. അതായത് മുത്തലിഉൻ അലാ അമാലിഹിം അൽ-ളാഹിറ വൽ ബാത്തിന വൽ ഖഫിയ വൽ ജലിയ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയും. അന്നേ ദിവസം എന്ന് പറഞ്ഞത് വമുജാസിഹിം അലൈഹാ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യമാകട്ടെ, ആളുകൾ കാണുന്നതാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകണം. നമ്മുടെ ചിന്തകൾ അത് ഹറാമായ ചിന്തയിലേക്ക് പോകുമ്പോൾ, അതുകൊണ്ടാണ് സലഫുകൾ പഠിപ്പിച്ചത് ചിന്തകളെ ആദ്യം കെട്ടിവെക്കുക. നമ്മുടെ മനസ്സുകൊണ്ട് ഹറാമായ കാര്യം ചിന്തിക്കുമ്പോൾ ആദ്യം ആ ഒരു കാര്യത്തെ നമ്മൾ കെട്ടിവെക്കുക. അത് കുറെ ഹറാമ് ചെയ്യുന്ന രൂപത്തിൽ ചിന്തിച്ചാൽ അവസാനം അത് അവയവങ്ങളിൽ പ്രത്യക്ഷമാകുന്നതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനെ കെട്ടിവെക്കുക. നമ്മളെ ചിന്തകൾ മാറുകയാണെങ്കിൽ, ഹറാമിന്റെ രൂപത്തിൽ ചിന്ത വരികയാണെങ്കിൽ, പിശാചി വല്ലതും മനസ്സിലിട്ടുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിശാചിന്റെ എല്ലാവിധ ശർറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക. ഈ ഒരു അവസ്ഥ ഉണ്ടാകണം. അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കണം, കൽബ് കൊണ്ടും. അതെ, അള്ളാഹു നൽകിയതാണ് ഈ അനുഗ്രഹങ്ങൾ എന്നൊരു ബോധമാണ്. നാവ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് ഈ നാവ് അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് എപ്പോഴും ഇസ്തിഗ്ഫാറും ഹംദും ഒക്കെ എന്റെ നാവിൽ വേണം. അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് മുന്നേറണം. അല്ലാതെ അള്ളാഹു പറഞ്ഞ ഈ ഒരു അവസ്ഥ, ഇന്നൽ ഇൻസാനി റബ്ബിഹി ലകനൂദ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചു തള്ളുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അപ്പോൾ ഇതാണ് സൂറത്തു സൽസലയിലും സൂറത്തു അൽ ആദിയാത്തിലും പറയുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്ത് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻ, ഒരടിമക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ പരീക്ഷിക്കും. അങ്ങനെ അവസാനം പരീക്ഷിച്ച് അവനെ ക്ഷമിക്കുകയും പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അങ്ങേയറ്റം വമ്പിച്ച പ്രതിഫലം നൽകുന്ന ഒരവസ്ഥയും. അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കുകയും, അതുപോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ ശുക്ർ ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. അതാണ് ഈ സൂറത്തിന്റെയൊക്കെ ഉള്ളടക്കം. ഇതാണ് സൂറത്തു അൽ ആദിയാത്ത്. നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും ആവർത്തിക്കുന്ന പോലെ കഴിഞ്ഞ സൂറത്തുകളുടെ അർത്ഥം നമുക്കറിയോ എന്ന് നമ്മളിപ്പോഴും നോക്കാം. ഏതെങ്കിലും വാക്കർത്ഥം അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കാം.
സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിക്കാം. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കാൻ, കൈഫ തഅല്ലം, താങ്കൾക്ക് ഇത്രയും വലിയ ഇൽമു ലഭിച്ചു, താങ്കൾ ഇത്രയും വലിയ പണ്ഡിതനായി, താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിലിസാനിൻ സഊലിൻ വബിഖൽബിൻ അഖൂൽ, ധാരാളം ചിന്തിക്കുന്ന ഖൽബ് കൊണ്ടും ധാരാളം ചോദിക്കുന്ന നാവ് കൊണ്ടുമാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. ചോദിക്കാതെ മിണ്ടാതിരുന്നാൽ, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാതിരുന്നാൽ നമ്മൾ എവിടെ എത്തൂല. നമുക്കൊന്നും നമ്മുടെ ഇബാദത്തിന്റെ ചിലപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ പോലും നമുക്ക് സംശയം ഉണ്ടാവും. അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ചോദിക്കുക, ചോദിച്ച് പഠിക്കുക, വാക്കർത്ഥങ്ങളൊക്കെ പഠിക്കുക. ഖുർആനിലെ ഈ ചെറിയ സൂറത്തുകളുടെ തഫ്സീർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തരുത്. ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തഫ്സീർ വായിക്കുക, വീണ്ടും ആവർത്തിച്ച് വായിക്കുക. അവസാനം നമ്മുടെ ഖൽബിൽ അവിടെ ഉറക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പണിയെടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ബാക്കി ഉണ്ടാവില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഏകദേശം 10 വർഷമായി ദർസ് കേൾക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ 20 വർഷം, 5 വർഷം, അല്ലെങ്കിൽ മാസങ്ങളായി ദർസ് കേൾക്കുന്ന ആളുകളാണ്. പക്ഷേ ഇൽമിയായിട്ട് എന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, പിന്നെ നമസ്കാരത്തിന് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ അന്നത്തെ നമസ്കാരം ഇന്നത്തെ നമസ്കാരം തമ്മിൽ എനിക്ക് വ്യത്യാസമുണ്ടോ? ഈ ഒരു കാര്യം നമ്മളൊക്കെ ചിന്തിക്കാം. ഇനി വ്യത്യാസമില്ലെങ്കിൽ എന്താണ് പറ്റിയത്? അതിന് എത്രയും കാലം പഠിച്ചത് യഥാർത്ഥ ഒരു പഠനമായിരുന്നില്ല, വെറുതെ ഒരു മജ്‌ലിസിൽ വന്നിരുന്ന് പോയി ഈ ഒരു അവസ്ഥയായിരുന്നു. അതേ മജ്‌ലിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴും പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് നോക്കുക. എന്താണ് നമ്മൾ പഠിച്ചത്? ഇനി അടുത്ത ദിവസം എന്താണ് പഠിക്കാനുള്ളത്? അതൊന്ന് വായിച്ചു നോക്കുക. ആ സൂറത്തിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഖൽബിൽ അങ്ങനെ നിൽക്കും. നമ്മളത് ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചെറിയ സൂറത്തുകൾ നിർബന്ധമായിട്ട് ഹിഫ്ള് ചെയ്യുക. വല്ല സംശയം ഉണ്ടായി ചോദിക്കാനും ശ്രമിക്കുക. فهذا والله تعالى أعلى وأعلم. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا.